ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആണ് ഗൈസ്. വെൽക്കം ബാക്ക് ടു ഫ്രിഡ്ജീസ് വ്ളോഗ്സ് ഗൈസ്. നമ്മൾ ഉച്ച സമയത്ത് നമ്മളൊരു ബിരിയാണി കഴിക്കാൻ പുറത്തോട്ട് ഇറങ്ങും. അങ്ങനെ ഇരുന്നപ്പോൾ ബിരിയാണി കഴിക്കാൻ തോന്നി. ഞാനും ചെറിയും കൂടെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി. എവിടെ പോകണം എന്നറിയില്ല. അത് പോയിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. പിന്നെ എന്താ ഗൈസ് വിശേഷം? ഒന്നുമില്ല ഗൈസ്. അപ്പം ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ബിരിയാണി കഴിക്കാൻ തോന്നി. എവിടെ നിന്ന് ബിരിയാണി കഴിക്കണം എന്നൊരു പിടുത്തമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗാർഡൻ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിന്ന് കറങ്ങുന്നത്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഗാർഡൻ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ബിരിയാണി കടയിൽ പോയിട്ട് കാണാം. ബൈ. കയറി വന്നുകൊണ്ടിരിക്കുന്നു. അടച്ചാ? അടയ്ക്കണമെന്നില്ലായിരുന്നു. പകലല്ലേ? അവരുടെ കടന്ന് മുകളിൽ ഉറങ്ങുമല്ലോ. അവരിപ്പോൾ എണീക്ക് കിട്ടും. ഇൻവെർട്ടർ. ഐ ആം ഇൻവെർട്ടർ. ഓക്കെ ബൈ. എന്തോ ചെറിയ പറഞ്ഞ മട്ടൻ ബിരിയാണി പാരഗണാണ് ഗൈസ്. ഇപ്പോൾ സാധാരണ എപ്പോഴും ഫുള്ളാണ്, സീറ്റ് കിട്ടാറില്ല. പക്ഷേ ഇന്നെന്തോ പെട്ടെന്ന് വന്നപ്പോൾ തന്നെ നമുക്ക് സീറ്റ് കിട്ടും. എന്തായാലും ഫുഡ് വരുമ്പോൾ വരാം. ഓക്കെ. അപ്പം ഞാൻ ചിക്കൻ ബിരിയാണി പറഞ്ഞു, വെറി മട്ടൻ ബിരിയാണി അല്ലേ? ഹാഫാണ് പറഞ്ഞത്. ഹാഫിന് നല്ല ക്വാണ്ടിറ്റി അല്ലേ? ഈ ഹാഫ് പറഞ്ഞാൽ മതി നമ്മളെപ്പോഴും. ഇതെന്ത് സാധനമാണ് മറന്നുപോയി. കോഴി കുഞ്ഞ്. പാവം കോഴി കുഞ്ഞിനെ പൊരിച്ച് തിന്നാൻ പോകുന്നു. അങ്ങനെയല്ല. ഓക്കെ കഴിച്ച്. അപ്പോൾ കഴിച്ചിട്ട് വരാം. ടാറ്റാ. ഫുഡ് കഴിഞ്ഞ് ഒരു ലൈം ടീ മസ്റ്റാണ്. എങ്ങനെയുണ്ട് സോറി മട്ടൻ ബിരിയാണി? അത്ര ഭയങ്കര. എനിക്ക് അജ്വയാണ് ഇഷ്ടം, പക്ഷേ ദിസ് ഈസ് ഓക്കെ. കേട്ടില്ല. എനിക്ക് അജ്വയാണ് ഇഷ്ടം, പക്ഷേ ദിസ് ഈസ് ഓക്കെ. കാരക്കടി വന്നിട്ട് അജ്വയാണ് ഇഷ്ടമാണ്. സൂപ്പറാണ്. കൊള്ളാം. ഓക്കെ ബൈ ബൈ. പിന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ ഗൈസ്. സോ നമ്മൾ പിന്നെ വീട്ടിൽ വന്നു. വി ബോത്ത് ആർ വർക്കിംഗ്. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വ്ളോഗ്. അപ്പോൾ സ്റ്റേ ഹെൽത്തി. ഒരു 100 അപ്പം